ഹലോ, അങ്ങനെ നമുക്ക് കോയമ്പത്തൂർ എന്തിനു വന്നു പറഞ്ഞാല് നമുക്ക് അരവിന്ദ് ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉണ്ടെങ്കിൽ അതിനാണ് വന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമുക്ക് എന്തോ മനസ്സിലായില്ല. കാരണം നമ്മൾ ഒരു 1 ഇയർ മുന്നേ വന്നത് നമുക്ക് ഇതൊന്നും മനസ്സിലായില്ല. എല്ലാം ചേഞ്ച് ആയിന്. ഹോസ്പിറ്റലെല്ലാം മാറിയിട്ട് വേറെ ഹോസ്പിറ്റലായിന്. അങ്ങനെ പല ഹോസ്പിറ്റലിൽ പോയി. പറഞ്ഞിട്ട് എല്ലാം മറ്റേ ഹോസ്പിറ്റലിൽ മാറത്തേക്ക് പോയി. അവിടുന്ന് അപ്പോയിന്റ്മെന്റും കാര്യമെല്ലാം എടുത്തിട്ട് മിത്തിലേക്ക് പോയി. 28C പോകാൻ പറഞ്ഞത്. തപ്പിട്ട് നമ്മൾ നടക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുന്നേ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ ഇവര് ലിഫ്റ്റ് പോലും ഓഫ് ആക്കിയിരുന്ന ഇവര് ഇപ്പൊ എസ്കലേറ്റർ വരെ അത്ര വികസനം വന്നിട്ട്. അങ്ങനെ 28C നമ്മളോട് പറഞ്ഞ് വെയിറ്റ് പണത്. അങ്ങനെ ആച്ചക്ക് നിന്നിട്ട് ഞാൻ ഇരുന്നിട്ട് വെയിറ്റ് പണെന്നുള്ളത്. പണ്ട് വെയിറ്റ് പണിയാണ് ബോറടിച്ചത്. ഞാൻ അപ്പുറമില്ല അമ്മൂമ്മന്റെ മുടി നോക്കുന്നുണ്ട്, നല്ല വെളുത്ത മുടി. അങ്ങനെ കുറച്ച് വെയിറ്റ് പണിയിട്ടാകുമ്പോൾ ആച്ചക്കൊക്കെ സീറ്റ് കിട്ടി. അങ്ങനെ ആടുന്ന ടെസ്റ്റും കാര്യം കഴിഞ്ഞിട്ട് ഡോക്ടർ എടുത്തെത്തി. ഇതാ എന്റെ ഡോക്ടർ ഗണേഷ് വീരാമൻ. അങ്ങനെ ഡോക്ടർക്കെല്ലാം കാണിച്ച് ഡോക്ടറിന് ഹാഫ് അവർ കഴിഞ്ഞിട്ട് പിന്നെയും പാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പൈച്ചിട്ട് കഴിയുന്നുണ്ടായിട്ട് അങ്ങനെ സാപ്പിടാൻ പോയി. തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഫുള്ള് തമിഴായിട്ട്. തമിഴ് അറിയുന്നില്ലെങ്കിൽ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞോളൂ. അങ്ങനെയല്ല ഓരോന്തെങ്കിലും പറയുന്നതിന്റെ കഥ കെട്ടി ചിരിക്കുകയും ചെയ്യും. ഞാനങ്ങനെ സാൻഡ്വിച്ചും ആച്ചക്ക പേരാളത് ഏതോ ഒരു സംഭവം ഇങ്ങനെ സാപ്പിട്ട്. അങ്ങനെ നമ്മൾ ചാടിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പോയി. പിന്നെ ഡോക്ടർ 3 മണിക്കാണ് വന്നത്. അങ്ങനെ ഡോക്ടറെല്ലാം കാണിച്ചിട്ട് നമ്മൾ മരുന്നെല്ലാം വേഗം തന്നു. വൈകുന്നേരം അതിന് 4-4:30 ലൈൻ എടുത്ത് ചെയ്യുമ്പോൾ അങ്ങനെ താഴ്ന്ന ചായ എല്ലാം കുടിച്ച് അതിനിടയിൽ ഉമ്മാറും മകൾ ഫോട്ടോ എടുത്ത് കൊടുക്കണം. അങ്ങനെ ഉമ്മാക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുള്ളത് ആച്ചക്കഥ മെഡിക്കല്. അങ്ങനെ നമ്മൾ മരുന്നെല്ലാം മേങ്ങി അങ്ങനെ അടുത്ത പരിപാടിയെല്ലാം കണ്ട് നേരെ പറ്റിക്കൊട്ട്.